കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവികമായ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഓരോ ദിവസവും കർത്താവ് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കൈമാറുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ ചാനലിൽ കൂടെ ആയിരക്കണക്കിന് ജനത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന മനസ്സുകളെ ബലപ്പെടുത്തുവാൻ കർത്താവ് ഈ മിനിസ്ട്രി കൊണ്ട് ഇടയാക്കുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പുതിയ വഴികൾ തുറക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബം ഒക്കെ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവുമില്ല. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും മറുപടി യേശുവിൻ്റെ പക്കൽ ഉണ്ട്. തീർച്ചയായും കർത്താവ് നിങ്ങളെ മാനിക്കും. നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നിങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളിലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോളേജിലായാലും സ്കൂളിലായാലും ഇനി ജോലി ചെയ്യുന്ന രാജ്യത്താണെങ്കിലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുവാനായി വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ടവർ, ആറിനും OETയും അനുബന്ധമായ എക്സാമുകൾ PR-ഉം ഒക്കെ കിട്ടാനായി, അപ്പോൾ തന്നെ വിവിധമായ കോഴ്സുകൾ പഠിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിൽ യഹോവയുടെ കരം ആ വിഷയത്തിൽ വെളിപ്പെടും. ദൈവം നിങ്ങളെ മാനിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കണം എന്ന ആഗ്രഹത്തോടും ആശയത്തോടും കൂടെയാണ് ആയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് ഉറവ പൊട്ടി പുറപ്പെടുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങൾ നൽകും എന്ന് ഞാൻ ആരംഭത്തിൽ പറയുകയാണ്. നിങ്ങളുടെ മക്കളിലുള്ളതായ ജോലിയിലെ പ്രയാസങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ, ഇവയിലെല്ലാം ഒരു പുത്തൻ വിടുതലും അനുഗ്രഹവും സ്വർഗം നിങ്ങൾക്ക് നൽകി നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. വാക്യം ഇങ്ങനെയാണ്: ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളെ അയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ വേദപുസ്തക ധ്യാന പരിചയമുള്ള വ്യക്തികൾക്ക് ഈ വാക്യത്തിൻ്റെ അകത്തുള്ള കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ബഥാനി എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് യെരുശലേമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ് ബഥാനിയ എന്ന് പറയുന്ന സ്ഥലം. ആ ബഥാനി എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിന് ഒത്തിരി പ്രിയമായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ആളുകൾ മാർത്തയും മറിയയും, 2 സഹോദരിമാർ. അവർക്ക് ഏക സഹോദരൻ ലാസർ. അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒരു വിവരണം വേദപുസ്തകത്തിലില്ല. ജീവനോടുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയത്തില്ല. എങ്കിലും മാർത്തയെക്കുറിച്ചും മറിയെക്കുറിച്ചും അവൻ്റെ സഹോദരനായ ലാസറിനെ കുറിച്ചും പറയുന്ന 11-ാമത്തെ അധ്യായം. ഈ ബഥാനി എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു എപ്പം ആ പട്ടണത്തിൽ ചെന്നാലും ഈ സഹോദരിമാരുടെയും ഈ സഹോദരൻ്റെയും ഭവനത്തിൽ യേശു ചെല്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു പതിവില്ലായിരുന്നു.
നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയമായവരെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സമയമില്ലെങ്കിലും നമ്മൾ സമയമെടുത്ത് അവരെ ഒന്ന് ഫോൺ ചെയ്ത് അവരുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് നമ്മൾ പോയി ഒന്ന് കാണും. അത് ഒരു നല്ല രീതിയാണ്. പ്രിയമല്ലെങ്കിൽ പോകത്തില്ല. ഒത്തിരി പ്രിയമായെങ്കിൽ മാത്രമേ, അതും ഒത്തിരി പ്രിയമായെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. പ്രിയമുണ്ട്, ഒത്തിരി പ്രിയമുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഈ ബഥാനിയ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു പലപ്പോഴും സഞ്ചരിച്ചെങ്കിലും യേശുവിന് ഏറെ ഇഷ്ടമുള്ളതും അല്പനേരം കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും യേശു ചെന്നാൽ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്നതുമായ ഒരു വീടായിരുന്നു ലാസറിൻ്റെ വീട്. ഇവിടെ ലാസറും യേശുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, അവർ പ്രിയനായിരുന്നു. യേശുവിന് ലാസർ പ്രിയനായിരുന്നു, ലാസറിന് യേശു പ്രിയനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് പ്രിയനാണെങ്കിൽ, കർത്താവിന് നമ്മൾ പ്രിയരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും വന്നാലും, ഇനിയും മരണതുല്യമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നാലും, യേശുവും നാമും യേശുവും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ യേശുവിന് അവിടെ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. അതിന് ഉത്തമ തെളിവാണ് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ലാസറിന്റെ ചരിത്രങ്ങൾ, പ്രസംഗങ്ങൾ ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മറിയയുടെയും മാർത്തയുടെയും ദൈവത്തോടുള്ള സമീപനം നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എന്നാൽ വ്യത്യസ്തമായ നിലയിൽ ഇന്ന് രാവിലെ നിങ്ങളോട് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശുവിനെ കൈക്കൊള്ളേണ്ടതുപോലെ യേശുവിനെ കൈക്കൊണ്ടാൽ, നിന്റെ ചുറ്റുവട്ടമുള്ളവർ യേശുവിനെ കൈക്കൊണ്ട് കാണത്തില്ലായിരിക്കാം, യേശുവിന് എതിരാളികളായിരിക്കാം, യേശുവിൻ്റെ പ്രവർത്തികളോടും യേശുവിൻ്റെ ജനത്തോടും പുച്ഛമുള്ള ആളുകളായിരിക്കാം നമുക്ക് ചുറ്റും താമസിക്കുന്നത്. പക്ഷേ നമുക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, യേശുവിന് ലാസർ പ്രിയനായിരുന്നതുപോലെ നാം യേശുവിന് പ്രിയരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മേഖലകളിലും യേശുവിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ സന്ദേശം കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൽ ഒരാളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ പ്രോഗ്രാം വരെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ കാണാൻ എന്ത് ചെയ്യും? വരും. കാരണം എന്താ അറിയാമോ? ആ ബന്ധത്തിൻ്റെ ആഴമാണ്, സ്നേഹത്തിൻ്റെ ആഴം. ഇതേപോലെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ വീട്. പക്ഷേ ഒരിക്കൽ യേശുവിനെ കല്ലെറിയാൻ വേണ്ടി യഹൂദന്മാരെല്ലാം കൂടെ കൂട്ടം കൂടി ആലയത്തിൽ നിന്ന് ഇറക്കി വിട്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി സംഘം കൂടിയ സമയത്ത് യേശു യെരുശലേം വിട്ടിട്ട് ജോർദാന്റെ തീരത്ത് പോയി പാർത്തു എന്ന് നമ്മൾ കാണും. യേശുവിൻ്റെ കൂടെ യേശു ഒറ്റയ്ക്കല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുമുണ്ട്. എന്നാൽ ഇവർ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ബഥാനിയയിലെ ലാസർ വലിയ രോഗത്തിന് അടിമയായി കിടക്കുന്നു, മരിക്കത്തക്ക രോഗം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സഹോദരിമാര് യേശുവിൻ്റെ അടുക്കലേക്ക് ആളിനെ പറഞ്ഞയക്കുക. നീ പെട്ടെന്ന് ഇവിടെ വരണം, വന്നേ പറ്റുമെന്നൊന്നും അല്ല പറയുന്നത്. നിന്റെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് അറിയിച്ചു. എന്നാൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, യേശു ആ വാക്ക് കേട്ടിട്ട് അവിടെ തന്നെ 3 നാളും കൂടെ പാർത്തു. അവിടെ തന്നെ. ഞാനത് ആരംഭത്തിലെ പറഞ്ഞ്, നമുക്ക് ഏറ്റവും പ്രിയരായ ആളുകളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ നമ്മൾ ഏത് പാതിരാത്രിയാണെങ്കിലും വണ്ടിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? പോവും. ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോ വിളിച്ചായാലും ആരുടെയും വീട്ടിൽ ചെന്ന് കഥകെ തട്ടി എന്നെ കണ്ട് അവിടെ വരെ കൊണ്ടുപോകണം, എൻ്റെ സ്നേഹിതൻ ഒരു അപകടത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോകും. കാരണം അത് മാനുഷിക പരിഗണനയാണ്. ഇവിടെ നോക്കിക്കേ, യേശു ഇത്രയും സ്നേഹിച്ചിട്ട്, യേശുവിനെ ഇത്രയും സ്നേഹിച്ചിട്ട് ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ യേശു 3 ദിവസം കൂടെ ആ പട്ടണത്തിൽ തന്നെ ഇരുന്നു എന്ന്. അത് എന്തുകൊണ്ടാണ് യേശു ആ കാര്യം ചെയ്തത്?
അതുകൊണ്ടാണെന്ന് വായിച്ചത്. യേശു പറഞ്ഞത് 11-ാമത്തെ അധ്യായം 4-ാം വാക്യത്തിൽ യേശു അത് കേട്ടിട്ട് അപ്പൊ യേശു കേട്ടു. യേശു കേട്ടാൽ മതി പ്രിയരെ. നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ യേശു ഒന്ന് കേട്ടാൽ മതി. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും. യേശു അത് കേട്ടിട്ട് ഒരു മറുപടി കൊടുക്കുകയാണ്. മാർത്തയും മറിയയും കൂടെ ആളിനെ വിട്ടു. സഹോദരൻ മരിക്കത്തക്ക അല്ലെങ്കിൽ രോഗാവസ്ഥയെ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അതിന് മറുപടി കൊടുക്കുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, എന്നിട്ട് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ട് അത്രേ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ മാസങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, വർഷങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് 40 ദിവസം ഉപവാസം ഇരിക്കുന്നത് 2002-ലാണ്. 2002-ലാണ് ഞാൻ ആദ്യമായിട്ട് 40 ദിവസം ഉപവസിക്കുന്നത്. അന്ന് ഉപവസിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫയലുണ്ടായിരുന്നു. ആ ഫയലിൽ എനിക്കിന്നും ഓർമ്മയുണ്ട്. ഏതാണ്ട് 84-85 വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നു, എൻ്റെ പേരൻസിൻ്റെ വിഷയം ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരൻ്റെ വിഷയം ഉണ്ടായിരുന്നു, എൻ്റെ വിശ്വാസികളുടെ വിഷയം ഉണ്ടായിരുന്നു. ഇനി എന്നെ കണ്ട് വഴി വെച്ച് കണ്ട് പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും അതിനകത്തുണ്ടായിരുന്നു. എന്തിനാണ് ആ ഫയലിനകത്ത് അത്രയും വിഷയം എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രാർത്ഥനയിൽ അതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഈ 2026 എന്ന് പറയുന്ന ഈ ജനുവരി മാസത്തിൽ വന്നിട്ടും അതിനകത്ത് 2002 വെച്ച് പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്ക് ഇന്നും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താ? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ദൈവത്തിന് മറുപടി തരാൻ കഴിയത്തില്ലേ? എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല പ്രിയരെ. എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഈ ഭൂമിയിൽ, ഉലകത്തിൽ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ദൈവം ചില വിഷയങ്ങൾക്ക് മറുപടി തരാതെ ഇരിക്കുന്നു? എന്തുകൊണ്ട് ദൈവം തൻ്റെ മറുപടി വെളിപ്പെടുത്താതെ ഇരിക്കുന്നു? എന്നാൽ അതിനകത്ത് വെച്ച പല പ്രാർത്ഥനാ വിഷയങ്ങളും 2025 കഴിഞ്ഞ വർഷം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ ചില പ്രാർത്ഥനാ വിഷയത്തിൻ്റെ കാലതാമസം, ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നത് ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ ഒരു മഹത്വമെടുക്കാനാണ് എന്നുള്ള കാര്യം മറക്കരുത്. യേശു കർത്താവ് പറയുക, എൻ്റെ സഹോദരൻ മരിച്ചിട്ടില്ല. അടുത്തത്, എൻ്റെ നാമം മഹത്വമെടുക്കാനും പിതാവിൻ്റെ നാമം മഹത്വമെടുക്കാനുമാണ്. അപ്പൊ ജീവിതത്തിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു മടുത്ത ചില പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മടുത്തു, കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ചു മടുത്തു, ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചു മടുത്തു, വസ്തു വാങ്ങാൻ പ്രാർത്ഥിച്ചു മടുത്തു, വീട് വാങ്ങാൻ പ്രാർത്ഥിച്ചു മടുത്തു. എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നു, എല്ലാം തന്നു. പക്ഷെ വീട് മാത്രം തന്നിട്ടില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അല്ല. ഉപവസിക്കാഞ്ഞിട്ടാണോ? അല്ല. ഞാൻ ഉപവസിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. പല വീടുകളും മാറി മാറി താമസിച്ച് മടുത്തപ്പോൾ ദൈവമേ എവിടെയെങ്കിലും ഒരു ചെറിയ 2 മുറിയെങ്കിലും തരണമേ എന്ന് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല. കാരണം എന്താ അറിയാമോ? എൻ്റെ ദൈവത്തിന് ഒരു വീട് തരാൻ കഴിയാത്തത് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന് ഒരു 2 മുറി തരാൻ കഴിയാത്തത് കൊണ്ടല്ല, 10 സെന്റ് സ്ഥലം എൻ്റെ ദൈവത്തിന് തരാൻ കഴിയാത്തതുകൊണ്ടല്ല. തമ്പുരാൻ്റെ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി, എൻ്റെ മകൻ റെന്നിക്ക് ഒരു 5 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം കൊടുക്കണം എന്ന് എൻ്റെ അപ്പ മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി, ആ സെക്കൻഡ് എൻ്റെ കയ്യിൽ വരും. പക്ഷെ അതിന് ചില കാലതാമസം വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഒരു സമയം ഉണ്ടെന്നും ആ സമയത്ത് ദൈവം മെത്തരമായതും ഞാൻ പ്രതീക്ഷിക്കാത്തതുമായ അപ്പുറമായ ഒരു നന്മ എനിക്ക് തരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടും ഇപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ തന്നാൽ ചിലപ്പോൾ അതെൻ്റെ മിനിസ്ട്രിയെ ബാധിക്കും, എൻ്റെ കാഴ്ചപ്പാടിനെ ബാധിക്കും, എൻ്റെ ശുശ്രൂഷയെ അത് ബാധിക്കും, ഞാൻ ചിലപ്പോൾ മടിയനായി ഉഴപ്പനായി പോകും എന്നുള്ള കാരണത്താൽ ദൈവം ചിലതിനെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് തരാൻ കഴിയാത്തതുകൊണ്ടാണോ? ദൈവത്തിന് തരാനായിട്ട് കഴിയും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്
ദൈവവചനം പഠിക്കാനായിട്ട് ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഞാൻ കിടക്കുന്ന ഡോമട്രിയിൽ, ഞാൻ താമസിക്കുന്ന ഡോമട്രിയിൽ എൻ്റെ ബെഡിൻ്റെ തൊട്ടപ്പുറത്ത് ആന്ധ്രാക്കാരനായ ഒരു സഹോദരൻ, ഒരു നല്ല കാശുള്ള വീട്ടിലെ ഒരു സഹോദരൻ പഠിക്കാനായിട്ട് വന്ന് എൻ്റെ ബെഡിൻ്റെ തൊട്ടപ്പുറത്താണ് കിടക്കുന്നത്, അടുത്ത ബെഡിലാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 100-120 ബെഡുകൾ ഇങ്ങനെ നിരത്തിയിട്ട ഒറ്റ ഡോമട്രിക്കകത്ത് എൻ്റെ ബെഡിന് കഴിഞ്ഞ ഉടനെ ഈ ആന്ധ്രാക്കാരൻ സഹോദരൻ്റെ ബെഡാണ്. ഞാൻ രാത്രിയിൽ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ആന്ധ്രാക്കാരനായ എൻ്റെ ആ സഹോദരൻ, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സഹോദരൻ, രാത്രിയിൽ മൊബൈൽ ഉപയോഗിച്ച്, അന്ന് മൊബൈലൊക്കെ ഇറങ്ങുന്ന സമയം, ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ആവേശം. എനിക്കും ഒരു ഗെയിം കളിക്കണം, എനിക്കും ഒരു മൊബൈൽ വേണം. ഞാൻ ആവുന്ന രീതി പല വഴികളും നോക്കി. പക്ഷേ എനിക്ക് അന്ന് 5000 രൂപ കൊടുത്താൽ മതി, ഫോൺ കിട്ടും, ഗെയിം കളിക്കാൻ പറ്റിയ ഫോൺ. അന്ന് ക്യാമറ ഫോണൊന്നുമില്ല, പക്ഷെ ഗെയിം കളിക്കുക, അതിനകത്ത് ഇങ്ങനെ ഗെയിം കളിക്കുക, 5000 രൂപ കൊടുത്താൽ മതി. ഞാൻ പലരോടും വാവിട്ട് ചോദിച്ചു, എനിക്ക് ഒരു 5000 രൂപ വേണം. പക്ഷെ പലരും ചോദിച്ചെങ്കിലും തരാൻ പറ്റുന്ന ആളുകൾ പോലും അന്ന് തന്നില്ല. ഞാൻ ചെയ്തെന്താ അറിയാമോ? ഞങ്ങളുടെ ഡോമട്രിക്ക് മേളിൽ ഒരു ചെറിയൊരു സ്പേസ് കിടപ്പുണ്ട്. അവിടെ തുണിയൊക്കെ അലക്കി ഉണക്കാനിടുന്ന ഒരു സ്ഥലമാണ്. അവിടെ 3 ദിവസം മാറിയിരുന്ന ആ മേളത്തെ ആ റൂമിനകത്ത് കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്തിനറിയാമോ? 3 ദിവസം ആഹാരം കഴിച്ചില്ല, കോളേജിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. 3 ദിവസം പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്കൊരു മൊബൈൽ വേണം. ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ എന്നെക്കുറിച്ചുള്ള അടുത്ത ലെവൽ എന്താണെന്നോ ചോദിക്കാനൊന്നും അല്ല ഞാൻ ഉപവസിക്കുന്നത്. എനിക്ക് കൃപാവരങ്ങൾ വേണമെന്ന് പറഞ്ഞല്ല ഞാൻ ഉപവസിക്കുന്നത്. ഞാൻ ഉപവസിക്കുന്നത് എനിക്കൊരു മൊബൈൽ വേണം. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ആ കോളേജിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങി പോയിട്ടും എനിക്കൊരു മൊബൈൽ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല പ്രിയരെ. പക്ഷെ ബൈബിൾ പഠനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി മിനിസ്ട്രി തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഫോൺ വാങ്ങിക്കുന്നത്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ആന്ധ്രാക്കാരൻ സഹോദരനെ ഒരു കൺവെൻഷൻ വെച്ച് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി വലിയ കട്ട മീശയൊക്കെ വെച്ച് ഒരു പാസ്റ്റർ എന്ന ലുക്കിലല്ലാത്ത നിലയിൽ വന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്നു, സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ് മിനിസ്ട്രി ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ മിനിസ്ട്രി ഒന്നും ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞു. എനിക്ക് ഇത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി. കാരണം എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ അല്ലെങ്കിൽ തൊട്ട് അടുത്ത ബെഡിൽ കിടന്നുറങ്ങിയ, ഞങ്ങൾ ഒരുമിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത ഈ സഹോദരൻ മിനിസ്ട്രിയിലില്ലല്ലോ, സുവിശേഷ വേലയിലില്ലല്ലോ, ഒരു ഫോട്ടോഗ്രാഫറായി പോയല്ലോ. ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നല്ല ജോലിയാണ്, അതിൻ്റെ ജോലിയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. മിനിസ്ട്രിക്ക് ഇറക്കിയിട്ട് കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ട് അന്ന് രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങിയില്ല. എനിക്ക് ഭയങ്കര ഭാരമായി തോന്നി. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉറങ്ങാത്ത അന്ന് ആ സഹോദരനെ കുറിച്ചുള്ള വേദന ഉള്ളി വന്നപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപവസിച്ചതും ഒരു മൊബൈലിന് വേണ്ടി ആഗ്രഹിച്ചതും ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ ഓർമ്മയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. അന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ ഉപവസിച്ചിട്ട് ഞാൻ മറുപടി തന്നില്ല, നീ പ്രാർത്ഥിച്ചിട്ട് ഞാൻ മറുപടി തന്നില്ല, നീ പട്ടിണി കിടക്കുകയും കരയുകയും ചെയ്തിട്ട് ഞാൻ മറുപടി തന്നില്ല. ഞാൻ നിനക്ക് മറുപടി തന്നിരുന്നുവെങ്കിൽ അന്നത്തെ നിന്റെ പഠനത്തെ അത് ബാധിച്ചാനേ, നിന്റെ പ്രാർത്ഥനയെ അത് ബാധിച്ചാനേ. സത്യമാ പ്രിയരെ, ആ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അന്നത്തെ കണ്ണുനീരും പ്രാർത്ഥനയുമാ ഇന്ന് ഈ മിനിസ്ട്രി ഞാൻ നിൽക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ കാഴ്ചപ്പാടിൽ നിന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഞാനും ഏതെങ്കിലും നിലയിൽ വല്ല തൊഴിലും ചെയ്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കർത്താവുമായുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ അകന്നു പോയാനേമായിരുന്നു. ഞാൻ ആ രാത്രിയിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞു, കർത്താവേ, അങ്ങെനിക്ക് മൊബൈൽ തരാതിരുന്നപ്പോൾ എനിക്ക് അങ്ങയോടൊരു വിഷമം തോന്നി. ദൈവം എന്താ 2 നിയമം കാണിക്കുന്നേ, ദൈവം എന്താ മുഖപക്ഷത്തിൻ്റെ ദൈവമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന് ഫോൺ കൊടുക്കുകയും എനിക്ക് ഫോൺ തരാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചു. എൻ്റെ പരമാർത്ഥതയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ദൈവം പെൻഡിങ് വെച്ചത്, ചില കാര്യങ്ങൾ ദൈവം തടഞ്ഞു വെച്ചത് എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയാം, ചില കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തിന് പ്രിയരായി നിന്നിട്ടും, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം സമർപ്പിച്ചിട്ടും, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പണവും നിങ്ങളുടെ മനസ്സും കർത്താവിന് വേണ്ടി കൊടുത്തിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ ഒരു മറുപടി നിങ്ങളുടെ ജോലിയിലോ കുടുംബത്തിലോ തലമുറയിലോ ഉണ്ടാകുന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ഒരു വലിയ മഹത്വം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങളിൽ കൂടെ ക്രിസ്തുവും നിങ്ങളിൽ കൂടെ ദൈവമായ പിതാവും മഹത്വമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ചില കാര്യത്തിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എൻ്റെ ശുശ്രൂഷ തുടങ്ങി, ഞാൻ ശുശ്രൂഷയുടെ ലെവലിലേക്ക് വന്നു, സഭാ ശുശ്രൂഷയിലേക്ക് വന്നു. എനിക്ക് യോഗ്യതയില്ലാത്ത ഫോണുകൾ ഉപയോഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ ദൈവം മൗനമായത്, ഇന്നലകളിൽ ദൈവം വെറുതെ ഇരുന്നത്, മൗനമായി നടിച്ചത് നിന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാ. എന്ന ഒരു കാര്യം ഞാൻ പറയാം, നീ ക്രിസ്തുവിന് പ്രിയനാണെങ്കിൽ നീ മരിച്ചാലും ജീവിക്കും. ലാസർ ക്രിസ്തുവിന് പ്രിയനാണ്, പക്ഷെ അവൻ മരിച്ചുപോയി. പക്ഷെ യേശു 3 നാൾ കഴിഞ്ഞപ്പോൾ ബഥാന്യ പട്ടണത്തിലേക്ക് വന്നു. സഹോദരിമാർ യേശു വന്നിരിക്കുന്നു എന്നറിഞ്ഞിട്ട് ലാസറിന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ഓടിയെത്തി. സഹോദരിമാര് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പൊട്ടിക്കരയുന്ന സഹോദരിമാരെ കണ്ടിട്ട് യേശു അവിടെ ചെയ്തത് എന്താണ്? യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞ യേശുവും കരഞ്ഞു. യേശുവും കരഞ്ഞു, യേശുവും കണ്ണുനീർ വാർത്തു. ചോദിച്ചു, അവനെ വെച്ച സ്ഥലം എവിടെ? ലാസറിനെ വെച്ച സ്ഥലം കല്ലറ. സഹോദരിമാര് പറഞ്ഞു കൊടുത്തപ്പോൾ യേശു ആ കല്ലറയിലേക്ക് ചെന്നു. സഹോദരിമാര് പുറകെ ചെന്നു, നാട്ടുകാര് പുറകെ ചെന്നു, കണ്ടവരും കേട്ടവരും ഒക്കെ ചെന്ന് കാണും. കാരണം യേശു പോകുന്നത് വീട്ടിലേക്കല്ല, യേശു പോകുന്നത് കല്ലറയിലേക്കാ. കല്ലറ സകലതും അസ്തമിച്ച സ്ഥലമാ, ഇനിയും തിരികെ വരത്തില്ലെന്ന് പറയുന്ന സ്ഥലമാ, പ്രതീക്ഷ തീർന്നു എന്ന് പറഞ്ഞ സ്ഥലമാ, മണ്ണിനോട് മണ്ണ് ചേർന്നു എന്ന് പറഞ്ഞ സ്ഥലമാ കല്ലറ. പക്ഷെ അവിടെയാണ് എൻ്റെ യേശു പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, പ്രതീക്ഷ അസ്തമിച്ച സ്ഥലമാണോ നിങ്ങളുടെ? ഇനിയും എഴുന്നേൽക്കത്തില്ല, ഇനി ഒരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യമാണോ നിങ്ങളുടെ ഉയർച്ച തകർന്നു, നിങ്ങൾ ഇനി പ്രസംഗിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ആ കമ്പനി ജോലി ചെയ്യത്തില്ല, ആ രാജ്യത്ത് നിൽക്കത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണോ നിങ്ങളുടെ? ഇന്ന് രാവിലെ അവിടെ എൻ്റെ യേശു വരികയാണ്. സകലതും അസ്തമിച്ച, സകലതും തീർന്നു എന്ന് പറഞ്ഞ കല്ലറയിലേക്ക് യേശു വന്നെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വിഷയത്തിനകത്തും യേശു വരികയാണ്. കാരണം എന്തറിയാമോ? നീ യേശുവിന് പ്രിയനാ, നീ യേശുവിന് ആമേൻ മകനാണ്, നീ മകളാണ്. അതുകൊണ്ട് യേശു നിന്നിൽ യേശു ഉണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ യേശു നിങ്ങളെ കൈവിടത്തില്ല, ഒരിക്കലും യേശു നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾ കല്ലറയിലാണെങ്കിലും അവിടെ വരെ കർത്താവ് വരും. ചന്ദ്രക്കു മേശക്ക് അഹേന്ദ്രകോ എന്ന് പറയുന്ന 3 പുരുഷന്മാർ തീച്ചൂളയിൽ വീണപ്പോൾ രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് ഇന്നലെ രാത്രിയിൽ തീച്ചൂളയിലേക്ക് ഇട്ടവരെ നോക്കുവാൻ ചാമ്പല കിടക്കുന്ന കാണാൻ നോക്കുമ്പോൾ രാജാവ് കണ്ടത് 3-ാമതായി ആമേൻ ഇവരവൻ നിൽക്കുമ്പോൾ 4-ാമനായി ഒരുവൻ തീക്കകത്തിറങ്ങി നിൽക്കുന്നു. രാജാവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക ഇങ്ങനെയാണ്, അവന്റെ മുഖം ദൈവപുത്രന് സാദൃശ്യം. അതേ പ്രിയരെ, കർത്താവ് നിന്റെ കൂടെ ഇറങ്ങി വരും, നിന്റെ തീച്ചൂളയ്ക്കകത്തിറങ്ങി വരും, നിന്റെ തകർച്ചയ്ക്കകത്തിറങ്ങി വരും, നിന്റെ വേദനയ്ക്കകത്തിറങ്ങി വരും, നിന്റെ രോഗത്തിനകത്തിറങ്ങി വരും. നീ ഒരിക്കലും തീർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം ഇങ്ങനെ പറയാം, യേശുവിൽ നീ വിശ്വസിക്കുക, മരിച്ചാലും നീ ജീവിക്കും. യേശുവിൽ വിശ്വസിക്ക്, നിന്റെ തകർച്ച വഴിമാറും. യേശുവിൽ വിശ്വസിക്ക്, നിന്റെ കുടുംബം ഉയർച്ച പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്ക്, പരാജയങ്ങളെ നിനക്ക് വിജയമാക്കാൻ കഴിയും. യേശുവിൽ വിശ്വസിക്ക്, നാറ്റം വെച്ച ലാസർ പുറത്തു വന്നതുപോലെ
നിങ്ങളുടെ വിഷയങ്ങൾക്കും നാറ്റം വെച്ച് തുടങ്ങിയെങ്കിലും അതിനെ പുറത്തു കൊണ്ടുവരുവാൻ, വിടുതൽ തരുവാൻ എൻ്റെ യേശു നിന്റെ അടുക്കൽ കടന്നു വരും. യേശു കല്ലറയിൽ വന്നതുപോലെ നിങ്ങളുടെ വീട്ടിൽ യേശു വരും. കരയുന്ന സഹോദരിമാരുടെ അടുക്കൽ യേശു വന്നതുപോലെ കരയുന്ന നിങ്ങളുടെ അടുക്കലും യേശു വരും. നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ യേശു ലാസറിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളെ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് യേശുവിൽ നിങ്ങൾ പ്രിയരാണെങ്കിൽ, യേശു നിങ്ങൾക്ക് പ്രിയരാണെങ്കിൽ, നിങ്ങൾ മരിച്ചാലും ജീവിക്കും, തകർച്ച വഴിമാറും, ബന്ധനം വഴിയും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവിനോട് ചേർന്ന് വസിക്ക്, കർത്താവിന് പ്രിയനായി വസിക്ക്, കർത്താവിനോട് ചേർന്ന് അവൻ്റെ വാക്കുകൾ കേൾക്ക്. യേശു അപ്പായുടെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് പകൽ പകർന്നു വന്ന ഈ നല്ല ദൂതിനായി സ്തോത്രം. ചില കാര്യങ്ങൾക്ക് കാലതാമസം വരുന്നതും ഞങ്ങളുടെ ചില വിഷയങ്ങൾ അറിഞ്ഞിട്ടും കർത്താവ് അവിടെ തന്നെ ഇരിക്കുന്നതും, അതുമാത്രമല്ല പ്രിയനായവൻ മരിക്കത്തക്ക രോഗം പിടിച്ചു എന്ന് കേട്ടിട്ടും ആ ജോർദാന്റെ തീരത്ത് കർത്താവ് 3 ദിവസം കൂടി ഇരുന്നു എന്ന് വായിക്കുന്ന പോലെ കർത്താവ് ചില വിഷയത്തിൽ കാലതാമസം വയ്ക്കുന്നത് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് മനസ്സിലായി. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അങ്ങയുടെ നാമം ഞങ്ങളിൽ വെളിപ്പെടാൻ വേണ്ടിയാണെന്ന്, അങ്ങയുടെ ശക്തി ഞങ്ങളിൽ രൂപപ്പെടാൻ വേണ്ടിയാണെന്ന്. അതേ കർത്താവേ, അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെട്ടാൽ മതി. രോഗം തന്നാലും, പ്രയാസം തന്നാലും, കടം തന്നാലും, തകർച്ച തന്നാലും, നിന്ന തന്നാലും, എന്തു വന്നാലും കർത്താവെ, അങ്ങയുടെ നാമം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെട്ടാൽ മതി കർത്താവെ. അതുകൊണ്ട് അങ്ങിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ മക്കളായി ജീവിക്കാൻ, അങ്ങയുടെ കുഞ്ഞുങ്ങളായി വളരാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനായി സ്തോത്രം. അവർ ഇന്ന് പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും നാളുകളിൽ കർത്താവ് അടിയന് ചെയ്തതുപോലെ ഇവർക്കും ചെയ്തു കൊടുക്കണേ. നാളുകളിൽ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണേ. നാളുകളിൽ ഇവരുടെ തലമുറ ഉയർച്ച പ്രാപിക്കണേ. നാളുകളിൽ ഇവർക്ക് സമ്പത്തുണ്ടാകണം, സ്വസ്ഥതയുണ്ടാകണം. അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ നിത്യത ഞങ്ങൾക്ക് ആവശ്യമാണ്. മരിച്ചാലും ഞങ്ങൾ പുനരുത്ഥാന നാളിൽ ഞങ്ങൾ ജീവിക്കുമല്ലോ. കല്ലറയെ പൊട്ടിച്ച് ഞങ്ങൾ പുറത്തു വരുമല്ലോ. ആ കാഹളം ഞങ്ങൾ കേൾക്കുമല്ലോ. അതേ കർത്താവേ, ആ പുനരുത്ഥാന ശരീരത്തോടു കൂടെ രൂപാന്തരപ്പെടാൻ ആ ശക്തി ഞങ്ങളിലേക്ക് പകർന്നിട്ട് കർത്താവിന് പ്രിയമുള്ളവരായി ജീവിക്കാൻ കർത്താവേ, അവിടുന്ന് ഞങ്ങൾ കർത്താവെ ശക്തി പ്രാപിക്കാൻ ഞങ്ങൾ കൃപ തരണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലേറ്റ് ആകുന്നത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക്കാനാണ്. ദൈവം ചെയ്യുമ്പോൾ നാറ്റം വെച്ചതാണെങ്കിലും ജീവനോടെ ഒരു നാറ്റവും ഇല്ലാതെ പുറത്തു കൊണ്ടുവരും. വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ ഇതേ സമയം അടുത്തൊരു ദൂതുമായി കാണുന്നിടം വരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗ്രേസ് ടിവിയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.